ഹായ്, എന്താ പാട്? സുഖല്ലേ? ഞാൻ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കണേ. ഈ 2025 എന്താണ് നിങ്ങൾക്ക് ഉണ്ടായ നേട്ടം? എന്തൊക്കെയാണ് മറ്റേ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തേക്ക് ഇങ്ങനെ എത്തി വെക്കുന്ന ആളുകളാണ്. ഓൻ അത് ചെയ്തു, ഓൻ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഭയങ്കരമായിട്ട് എത്തി വെക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചാൽ ഒന്നുമില്ല. ഇന്ത്യക്ക് 2025 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആകെ ഉണ്ടായ നേട്ടം എന്താ വെച്ചാൽ സാജിദ വരിക്ക് വന്നു തോന്നാം, അല്ലാതെ ഇത് നേട്ടം പ്രത്യേകിച്ച് വേറെ നേട്ടമൊന്നുമില്ല. പക്ഷെ എന്നാലോ ചില ആളുകളൊക്കെ ജീവിക്കുന്ന ജീവിത ശൈലിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിക്കുകയാണെങ്കിൽ അവരെ പോലെ ജീവിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊക്കെ അവരുടെ വെറും റീല് മാത്രമാണ്. റിയലിക്ക് കടന്നു കഴിഞ്ഞാൽ അവര് നമ്മളെക്കാൾ വലിയ തോൽവിയാണ് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണത്തിന് ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ ഞങ്ങൾക്കൊന്ന് കാണിച്ചാൽ. വീഡിയോ ആരതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെറും വർഷ, മറ്റേ അടിപൊളി സിംഗറാണ്, ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള കുട്ടിയാണ്. മറ്റേ സ്റ്റാർ സിംഗറിലൂടെ വന്നതാണ്. ഒരു മാരേജ് ഒക്കെ കഴിഞ്ഞു. അതിനൊക്കെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഈ വർഷം ഞാൻ ഒരു BMW സ്വന്തമായിട്ട് മേടിച്ച വർഷമാണ്. അതേ വർഷം തന്നെയാണ് എന്റെ റിലേഷൻഷിപ്പ് പൊട്ടിപ്പാളീസായി നഷ്ടപ്പെട്ട് ബാക്ക് ടു സീറോ ആയ വർഷം. രാത്രിയാവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും, കാരണം എനിക്ക് പെട്ടെന്ന് ഉറങ്ങണം. രാവിലെ ആവണം എനിക്ക് ഇഷ്ടമല്ല, കാരണം എണീറ്റ് കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും എനിക്ക് നെഗറ്റീവ് തോട്ട്സ്, എനിക്ക് അപ്പൊ തുടങ്ങും വിഷമങ്ങളും, അപ്പൊ തുടങ്ങും എനിക്ക് പ്രശ്നങ്ങളും. ഞാൻ സംസാരിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര രസമാണ് എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ ഭയങ്കര കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ കേട്ടോ നിങ്ങളറിയോ ഈ വെറും വർഷേ നിങ്ങൾ കാണാത്തൊരു ചുരുക്കേ ഉണ്ടാവുള്ളൂ. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ അത്രയും ആക്റ്റീവാണ്. പക്ഷെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ അവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം സക്സസ്ഫുൾ ആയിട്ട് റണ്ണിങ്ങിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി. പക്ഷെ അവർ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർത്താണ്ടല്ലോ നമ്മളൊക്കെ എത്ര വലിയ പുണ്യം ചെയ്ത മനുഷ്യരാണെന്നുള്ളത് അപ്പോഴേ അറിയുള്ളൂ. തീർത്തും വ്യത്യസ്തമായ വീഡിയോകളാണ്. എന്താ പറയാ, നമ്മൾക്ക് ഒരു ചെറിയ ഒരു 2-3 സെക്കൻഡ് ആ വീഡിയോ ഒന്ന് കണ്ടാൽ പിന്നെ ആ വീഡിയോ ഫുൾ ഇരുന്ന് നമ്മൾ കാണും. അത്രയ്ക്കും ബോൾഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാം ഒരു വേറിട്ട രീതിയിലുള്ള ഒരു കണ്ടന്റും പിന്നെ അവതരണവും പെട്ടെന്ന് നമ്മളെ മനസ്സിനെ വല്ലാണ്ട് എന്താ പറയാ അതിൽ ഇരുന്ന് കണ്ടുപോകാൻ തോന്നും. സംഭവം എന്തൊക്കെ ആയാലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല വർഷ എന്നുള്ളതും, ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോ ഒരു വർഷനെ കാണിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ പലരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. റീലല്ല റിയല് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. എനിക്ക് ഉറപ്പാണ് ബാക്കിയുള്ള ആൾക്കാരുടെ വിഷൻ ബോർഡിന്റെയും മേശന്റെ അടിയിൽ നിന്ന് മുന്തിരിങ്ങ കഴിക്കുന്നതിന്റെയും മാനിഫെസ്റ്റേഷന്റെയും എഫർമേഷൻസിന്റെയും 2025 നേട്ടങ്ങളുടെ ഫോട്ടോസിന്റെയും മറ്റേ റീൽസിന്റെയും ഒക്കെ ഓരോ സാധനങ്ങൾ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും നിങ്ങൾ. എന്നാ പിന്നെ നമുക്ക് ഒരു റിയാലിറ്റി ചെക്ക് നടത്തിയാലോ? 2025 ഒരു വേറെ തന്നെ ഒരു വർഷമായിരുന്നു കേട്ടോ. ഈ വർഷം ഞാൻ ഒരു BMW സ്വന്തമായിട്ട് മേടിച്ച വർഷമാണ്. അതേ വർഷം തന്നെയാണ് എന്റെ റിലേഷൻഷിപ്പ് പൊട്ടിപ്പാളീസായി നഷ്ടപ്പെട്ട് ബാക്ക് ടു സീറോ ആയ വർഷം. മലയാളത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് ടെലിവിഷൻ ഷോയില് വീണ്ടും ആങ്കർ ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർഷമാണത്. ഈ വർഷം തന്നെയാണ് എന്റെ ലൈഫിൽ ആദ്യത്തെ ആൻസൈറ്റിക്കും പാൽപിറ്റേഷനും പാനിക് അറ്റാക്കിനുള്ള മറ്റു പല മാനസിക അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ ലിറ്ററലി ഞാൻ കഴിച്ചു തുടങ്ങിയ വർഷം ഈ വർഷം തന്നെ. ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഏൺ ചെയ്തൊരു വർഷമായിരുന്നത്. പക്ഷെ ഈ വർഷം തന്നെയാണ് എന്റേതല്ലാത്ത കാരണത്താല്, എന്റെ തെറ്റുകൊണ്ടല്ലാണ്ട് എന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ നഷ്ടപ്പെട്ട് എന്താ പറയുക ലിറ്ററലി ചതിക്കപ്പെട്ടൊരു വർഷം. ഞാൻ പൊതുവെ അങ്ങനെ ആരുമായിട്ട് അധികം കമ്പയർ ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ ഈ വർഷമാണ് ഞാൻ എന്നെ മറ്റു പലരുമായിട്ട് കമ്പയർ ചെയ്ത് പണ്ടാറടങ്ങി എനിക്ക് ആഗ്രഹമുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചൊരു വർഷമാണിത്. ഞാനൊരു 4-5 കൺട്രി ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു വർഷമായിരുന്നു. പക്ഷെ ഇതൊക്കെ മേടിച്ചിട്ട് ഇത്രയും സ്ഥലത്തൊക്കെ പോയിട്ടും തിരിച്ച് ഞാൻ വന്നപ്പം എന്റെ വീട്ടിൽ ആരുണ്ടായിരുന്നില്ല. ഒറ്റയ്ക്കായ ഒരു വർഷമായിരുന്നു. എന്താന്ന് വെച്ചാല് ഇത്രയ്ക്ക് ഒറ്റയ്ക്കാവാനും ഇത്രയ്ക്ക് ഇൻഡിപെൻഡന്റ് ആവാനും ഇത്രയ്ക്ക് സ്ട്രോങ് ആവാനും ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ ഞാനിതൊക്കെ ആയി. രാത്രിയാവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും, കാരണം എനിക്ക് പെട്ടെന്ന് ഉറങ്ങണം. രാവിലെ ആവണം എനിക്ക് ഇഷ്ടമല്ല, കാരണം എണീറ്റ് കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും എനിക്ക് നെഗറ്റീവ് തോട്ട്സ്, എനിക്ക് അപ്പൊ തുടങ്ങും വിഷമങ്ങളും, അപ്പൊ തുടങ്ങും എനിക്ക് പ്രശ്നങ്ങളും, മെന്റലി ഭയങ്കര സ്ട്രെസ് ആവും. അപ്പൊ എനിക്ക് ഉറങ്ങാൻ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുള്ള ഒരു വർഷമാണ് 2025. മുന്നോട്ട് ഓടുന്നവർക്കേ മാറ്റം ഉണ്ടാവുള്ളൂ. ചായാനൊരു തണലുണ്ടാവുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവും, പക്ഷെ എനിക്ക് തണലില്ല. അതുകൊണ്ട് ക്ഷീണം ഉണ്ടെങ്കിലും എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ. നിങ്ങളുടെ സപ്പോർട്ട് ഇസ് വെരി വെരി ഹ്യൂജ്. താങ്ക് യു സോ മച്ച്. കണ്ണ് തുറപ്പിച്ച വർഷം. മറ്റുള്ളവരുടെ ഫോട്ടോസും സ്റ്റോറീസും മാത്രം കണ്ടിട്ട് അവരുടെയൊക്കെ ലൈഫ് എമ്മാരി ലൈഫാണ്, എന്റെ ലൈഫൊക്കെ എന്ത് ഡാർക്കാണെന്ന് അലിയിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കേട്ടോ, ഇതാണ് അവസ്ഥ. അപ്പൊ നമ്മള് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് അവര് ഫുള്ള് ഹാപ്പിയാണ്, അവരെല്ലാം തികഞ്ഞവരാണ്, എന്തുകൊണ്ടാണ് പടച്ചോനെ അവരെന്നും പോലെ എന്നെ ആക്കായിരുന്നത് എന്നൊരിക്കലും വിചാരിക്കരുത്. ഞാൻ അതിന് ഉത്തമ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു മനുഷ്യനിക്ക് എന്തെങ്കിലും ഒരു വീട് അല്ലെങ്കിൽ ഒരു വണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമ്പോഴത്തേക്കോ എനിക്ക് കിട്ടിയില്ലല്ലോ, അവനിക്ക് ഇത് പെട്ടെന്നായി, ഞാനിപ്പോഴും ദരിദ്രനായി നിൽക്കണം, അല്ലെങ്കിൽ ഇന്നെ കൊണ്ട് ഇതിനൊന്നും കഴിയുന്നില്ല എന്ന് വിചാരിക്കുന്നവരോടാട്ടോ പറയുന്നത്.
അതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ അവനിക്ക് വരാൻ അവന്റെ സൃഷ്ടാവുന്നുണ്ടാവും. മനസ്സിലായോ? അതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ ചിലപ്പോ അവനിക്ക് അവന്റെ സൃഷ്ടാവ് കൊടുക്കാൻ വെച്ചിട്ടുണ്ടാവും. നമുക്കിതൊന്നും തന്നിട്ടില്ല, പക്ഷെ അതുപോലെ ഒരു പരീക്ഷണത്തിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തിയിട്ടുണ്ടാവും. അതൊന്നും നോക്കാണ്ട് അവൻ്റെത് എന്തൊക്കെയാണ്, അവനിക്ക് എന്തൊക്കെ കിട്ടി, അവൻ എന്തൊക്കെ നേടി എന്നും പറഞ്ഞിട്ട് നമ്മൾ വെറുതെ അതിലേക്ക് നോക്കിയിരുന്നിട്ട് ഒരു കാര്യമല്ല. നമുക്ക് എന്താണോ ഉള്ളത് അതുകൊണ്ട് നമ്മൾ സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടും ജീവിക്കാൻ പഠിക്കുക. ഞാൻ പറഞ്ഞില്ലേ 2025 കുറിച്ചിട്ട് ഞാൻ അങ്ങനെ ആലോചിച്ചു, എന്താണ് ഇപ്പൊ ഞാൻ അതിൽ നേടിയത്, എന്താണ് ഇപ്പൊ ഞാൻ ചെയ്തത് എന്നുള്ളത്. അപ്പോ നമുക്ക് ചെറുതാണെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ സന്തോഷിക്കുക. നമ്മളെക്കാൾ ഒരുപാട് നേടിയവരുണ്ടാവും, അതിലേക്ക് നോക്കിയിട്ട് നമ്മൾ പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഇവരൊക്കെ അടിവേര് മാന്തി ചുഴഞ്ഞു ചെല്ലുമ്പോഴേ ഉള്ളൂ ഇവരൊക്കെ ജീവിച്ചതും ഇവരൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നതും ഇവർക്കൊക്കെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതും ഒക്കെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പൊ നമുക്ക് തോന്നും നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യം ചെയ്ത മനുഷ്യരെന്ന്. പക്ഷെ എന്താ കുഴപ്പമെന്നറിയോ, നമ്മളൊരിക്കലും നമ്മളുടെ നേട്ടങ്ങളെ നമ്മൾ സമ്മതിച്ചു കൊടുക്കൂല. നമ്മൾ മറ്റുള്ളവരേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ജീവിതം മൂഞ്ചിന്നും പറയും. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. ഇനിയിപ്പോ സ്റ്റാർട്ടിങ് ആയിട്ടല്ലേ ഉള്ളൂ, ഇന്നിപ്പോ 4-5 ഡേറ്റ് ആയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് നിങ്ങളെ കൊണ്ട് ചെറുതാണെങ്കിൽ ചെറുത്, വലുതാണെങ്കിൽ വലുത്. ഇനിയിപ്പോ ഈ വർഷം 4-5 ഡേറ്റ് ആയിട്ടേ ഉള്ളൂ. ഇനി മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവര് എന്തൊക്കെ നേടി, അവരെന്തൊക്കെ ചെയ്തു നോക്കാണ്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമുക്ക് ഓക്കെ ആണോ, നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ബാക്കിയൊക്കെ അങ്ങോട്ട് വന്നോളും. അപ്പോ ഓക്കെ.